ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ. Super Bumper co-powered by Parle Hide and Seek Choco Chip Cookies. അഞ്ചിരി കണ്ണെങ്ങോട്ട് പോയി മൂക്ക് എങ്ങോട്ട് പോയി ഞാൻ എങ്ങനെ നോക്കാം. അതേടാ, തെരുവ് പട്ടികൾക്ക് ഉടമകളില്ല, പക്ഷെ തമ്മി തമ്മി കൂറുണ്ട്. ചത്താലും ഞങ്ങൾ ഒറ്റയ്ക്ക്. സമയമുണ്ട്. മെതുവാ സൂചിയുടെ അച്ഛൻ കൊണ്ട് പിടിക്കുക. മൂന്നാമത്തെ റെഡി. തന്നാനോ താനാനോ അങ്ങനെ കാട്ടപ്പുറത്തെ കരിമണലിൽ തരവളഞ്ഞോ കിണറു കുത്തി. യെസ് നോ യെസ് വെരി ഗുഡ്. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ. ഹാപ്പി ന്യൂ ഇയർ. സീ കേരളം സൂപ്പർ ബമ്പർ co-powered by Parle Hide and Seek Choco Chip Cookies. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? തരണനെല്ലൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് നിൽക്കുന്നത്. ഇരിങ്ങാലക്കുടയിലാണ് ഈ കോളേജ് ഉള്ളത്. അവിടുത്തെ കുട്ടികളാണ് ഈ നിൽക്കുന്നതെല്ലാം. എല്ലാവരും ഒരു 31st മൂഡിലാണ്. അപ്പോ നമുക്ക് ന്യൂ ഇയർ ഇവിടെ പൊളിക്കാം. തുടങ്ങാൻ പോവുകയാണ്. തരണനെല്ലൂർ ഈ കോളേജിലാണ്. ഇവിടുത്തെ സുന്ദരിമാര് ഇവിടെ നിൽപ്പുണ്ട്, സുന്ദരന്മാർ അപ്പുറം നിൽപ്പുണ്ട്. ആദ്യം ഞങ്ങൾ സുന്ദരന്മാരുടെ അടുത്തേ പോവുള്ളൂ. അതാണ്. നമസ്കാരം. എന്താ പേര്? അജ്മൽ സാദിഖ്. ഇവിടെ ഏത് കോഴ്സാണ് ചെയ്യുന്നത്? ബികോം ആണ്. സുഖമൊക്കെ ആയിട്ടിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് നമുക്ക് ന്യൂ ഇയർ പൊളിച്ചേക്കാം? ഒരു പാട്ട് പാടിയ പാട്ട് പാടി അങ്ങനെ പാട്ട് പാടിയ തുടങ്ങാം. ന്യൂ ഇയറിന് ഒരു പാട്ടൊക്കെ പാടുക. തന്നാനോ താനാനോ തന്നാനോ താനാനോ അങ്ങനെ കാട്ടപ്പുറത്തെ കരിമണലിൽ തരവളഞ്ഞോ കിണറു കുത്തി. ആ കണത്തെ തോട്ടം താനോ തീണ്ടാലുണ്ടോ കന്യാമനസറ. തന്നാനോ താനാനോ തന്നാനോ താനാനോ. അടിപൊളി, ഗംഭീരമായിട്ടുണ്ട്. ഇനി നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? ഇവിടുത്തെ മൊത്തത്തില് എല്ലാരും ഉമ്മച്ചുട്ടികളൊന്നും കാര്യമില്ല. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനൊന്ന് ഇവിടെ ഒന്ന് പോയി ചോദിച്ചിട്ട് വരാം. നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് ഇവിടെ, ശരിയാണോ? കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങള് സൂപ്പർ പിള്ളേരാണ്. സൂപ്പർ പിള്ളേരാണല്ലേ? ഓക്കെ. സൂപ്പർ പിള്ളേരെന്ന് പറഞ്ഞാൽ ഇവർക്ക് നല്ല അടിപൊളി പാട്ടും കാര്യങ്ങളൊക്കെ പാടി. നിങ്ങൾക്ക് സംഗീതം അങ്ങനെയുള്ള അഭിനയങ്ങളൊക്കെ ഉണ്ടോ? പാട്ട് പാടുവോ? പാടും. രണ്ടുപേരും മുളുക. നാടൻ പാട്ട് പിടിക്കുക. അങ്ങോട്ട് ആഞ്ഞു പിടിക്കുക. പ്രോത്സാഹനം വേണം. തുടങ്ങിയോ? ചെമ്പോർ നാട് നീലണ്ടങ്കപ്പ വിളിപ്പഞ്ഞരിപ്പൻ തെയ്യം കുപ്പം കോരൻ ചങ്ങരൻ ബോഡി പുത്രൻ നാടി വല്യം ബ്രോ. ചെമ്പോർ നാട് നീലണ്ടങ്കപ്പ വിളിപ്പഞ്ഞരിപ്പൻ തെയ്യം കുപ്പം കോരൻ ചങ്ങരൻ ബോഡി പുത്രൻ നാടി വല്യം ബ്രോ. എന്താ സംഭവം മനസ്സിലായില്ല. ആക്ച്വലി എന്താണ് കുട്ടി ഉദ്ദേശിച്ചത്? ശിവന്റെ പല പേരുകളാണ്. ശിവന്റെ പല പേരുകളായിരുന്നല്ലേ? എന്റെ ശിവ. ശിവരാത്രിക്കല്ലേ വരണേ? ശിവരാത്രിയാണ് വരണത്. അതിന് മുന്നോടിയായിട്ട് ആഞ്ഞു പിടിച്ച ന്യൂ ഇയറിന് വല്ല ഗസ്റ്റ് പിടിക്കുന്നുണ്ടോ? ഇല്ല, ന്യൂ ഇയർ ആഘോഷമൊന്നും ഇല്ല. ശിവന്റെ ആളാണല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? സന്തോഷമായിട്ടിരിക്കുന്നല്ലേ? എന്താ പേരെന്താ? പ്രണവ്. ലാലേട്ടന്റെ മോന്റെ പേരാണല്ലേ? അതെ. ലാലേട്ടൻ ഫാനാണോ? പിന്നെ സംഗീതം ഉണ്ടോ? പിന്നെന്താണുള്ളത്? മിമിക്രി ഉണ്ട്. എന്നാ മിമിക്രി. ഏത് സൗണ്ടാണ് അനുകരിക്കുന്നത്? അത് പക്ഷി മൃഗാദികളാണോ, സിനിമാ താരങ്ങളാണോ, എന്താണ്? യൂത്ത് നടന്മാരായ വിനയ് ഫോർട്ടിന്റെ ആണ് ഞാൻ ഫസ്റ്റ്. ന്യൂജൻ ആണ്. അതാണ്. ഇപ്പോ പ്രണവിന്റെ ആദ്യ ശബ്ദം എന്ന് പറയുന്നത് വിനയ് ഫോർട്ട് ആണ് കേട്ടോ. കേട്ടോ. ജോർജനെ പറ്റി പോക്കി പറയണം. വിമൽ സാറ് ഊട്ടിയില് 900 ഏക്കർ സബർജിൽ തോട്ടം വാങ്ങിച്ചിട്ടുണ്ട്.
അടുത്തത് ഞാൻ അടുത്തായി എടുക്കാൻ പോകുന്നത് അജു വർഗീസിന്റെ ശബ്ദമാണ്. അജു വർഗീസ്. നിന്റെ ആയിഷാന്റെ 5 കണ്ണെങ്ങോട്ട് പോയി മൂക്ക് എങ്ങോട്ട് പോയി ഞാൻ എങ്ങനെ നോക്കാം. പിന്നെ അടുത്തായി എടുക്കാൻ പോകുന്നത് ദുൽഖർ സൽമാന്റെ ശബ്ദമാണ്. ദുൽഖർ. അതേടാ, തെരുവ് പട്ടികൾക്ക് ഉടമകളില്ല, പക്ഷെ തമ്മി കൂറുണ്ട്. ചത്താലും ഞങ്ങൾ ഒറ്റക്കെട്ട. വെരി ഗുഡ്, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇവിടെ ആരാണ് പാട്ടുകാരി? ആരാ ഉള്ളേ? പാട്ടുകാരി കുട്ടി ഇവിടെ ഉണ്ട്. തട്ടൊക്കെ ഇട്ട് നിപ്പുണ്ടല്ലേ? പാടിക്കൊള്ളുക. ആരും കാണാതെ ആരും അറിയാതെ നിന്റെ ആ പുഞ്ചിരി എന്നിലായി നൽകുമോ? കണ്ട നാൾ തൊട്ടേ ഞാൻ നിന്റെ ആ പൂമുഖം എൻ്റെ ഇടനെഞ്ചിലായി എന്നും ചേർത്തിടാം ഞാൻ. ഗംഭീരായിട്ടുണ്ട്. എന്താ പേര്? അമാനിയ. അമാനിയ. അനീമിയ അല്ല, അമാനിയാണ്. അമാനിയുടെ വീട് എവിടെയാ? അമാനിയ വെള്ളിക്കുളങ്ങര. അടുത്ത ആളാരുടെ പേരെന്താ? ആവണി. ആവണി. ആവണി ഇപ്പൊ പുരികമൊക്കെ എഴുതി കണ്ണൊക്കെ എഴുതി സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുക അല്ലേ? വള്ളം പോലെ ഉണ്ട് കണ്ടേലെ അല്ലേ? എത്ര നേരം എടുത്തു എഴുതാൻ? അധിക സമയമൊന്നും വേണ്ട. ജിമിക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വേറൊരു സാധനം. ഗംഭീരമാണ്, നന്നായിട്ടുണ്ട്. എല്ലാവരും കയ്യിൽ കൊടുത്തേ. ഇനി ഇവിടുത്തെ ജിമ്മക്കന്മാർ ഇനിയും പരിചയപ്പെടാനുണ്ട്. എത്ര പേരാന്നറിയോ? ഹലോ 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 ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. സുഖമാണോ? അതെ. സംഗീതം ഉണ്ടോ? ചെറുതായിട്ടൊന്ന് വലുതായിട്ട് പാടി പിടിച്ചാലോ? അകലയോ നീ അകലയോ വിടതരാതിൻ്റെ പോയി നീ ഒരു വാക്കിലും അകലെ നീയെങ്കിലും അരികിൽ ഞാനിന്നും മറുവാക്കിനു കൊതിയുമായി നിൽക്കയാണു പിരിയാതെ അഴകേ വാ അരികേ വാ മലരേ വാ തിരികെ വാ. അടിപൊളി. അപ്പോ ഇവിടുത്തെ നമ്മൾ പാട്ടുകാരെയൊക്കെ പരിചയപ്പെട്ടു, മിമിക്രിക്കാരനെ പരിചയപ്പെട്ടു. എല്ലാം ഗംഭീരമായിട്ട് പാടി. പിന്നെ ആ പാട്ട് ഏതായിരുന്നു? ഒരു ബന്ധമില്ലാത്ത പാട്ടുകളൊക്കെ പാടി തന്നു. ശിവന്റെ പാട്ടാന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവരെ കൊണ്ടൊക്കെ നമ്മൾ ഒന്നുകൂടെ പാടിക്കും. എന്നാലും നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സൂപ്പർ ബമ്പർ കളിക്കണം. സൂപ്പർ ബമ്പർ കളിക്കുവാനായിട്ട് നമ്മൾ 5 പേരെയാണ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 5 പേരുടെ പേര് ഞാൻ ഈ ബൗളിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യണം. നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഒരാളെ വിളിക്കാം. ഓടി വരൂ. ഇതാര്? പിതാവേ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മാലഖയാണോ ഇത്? എന്താണ് മാലഖ കുട്ടിയുടെ പേര്? എന്താ? ആതിര. ആതിര. ആതിര ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ചുമ്മാ പറയരുത്, സത്യം പറ. കണ്ട ലുക്ക് ഉണ്ടെന്നോ? ലുക്ക് ഇല്ലെന്നോ? ലുക്ക് ഉണ്ട്, നല്ല ലുക്കാണ് അല്ലേ? കൈയടിച്ചേ. ഇതെന്താ സംഭവം? എന്താ ഗോവയ്ക്കൊക്കെ പോയി അടിച്ചു പൊളിച്ചു. അപ്പൊ നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാം. ഓക്കെ. സി കേരളം സൂപ്പർ ബമ്പർ കോ പവർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ആദ്യത്തെ ഗെയിമിലേക്ക് വരുന്നു മിലൻ സാന്ദ്ര. ഞാൻ മിലൻ എന്നൊക്കെ കേട്ടപ്പോ മിലനെ ഞാൻ അവിടേക്ക് നോക്കിയായിരുന്നു കേട്ടോ. അടുത്ത് ചേർന്നോളൂ. എന്തുണ്ട് മിലൻ സാന്ദ്ര? സുഖമായിട്ടിരിക്കുന്നു. മിലൻ സാന്ദ്ര ചേട്ടനെ ഞാൻ ആരാ ആൺകുട്ടിയാണെന്നാ വിചാരിച്ചേ. സാന്ദ്രയുണ്ട്. സാന്ദ്രയെ ശ്രദ്ധിച്ചില്ല, ആദ്യം മിലനെയാണ് ശ്രദ്ധിച്ചത്. ശ്രദ്ധിക്കും, പിന്നെ ശ്രദ്ധിച്ചു. ഇതാണ് ഈ സംഭവം. ഇതെന്താ മിലനെ? ഇത് ഒന്ന് കാണിച്ച് അങ്ങോട്ടൊന്നും തിരിഞ്ഞു തന്നെ. ഇതെന്താ സംഭവം? എന്തായത്? പഫ്. ഇതിനകത്ത് പഫ് വെച്ചിട്ടുണ്ടോ? ഇത് നമ്മൾ ഒറിജിനലാണ്. വെക്കേണ്ട കാര്യമല്ലോ. ഒറിജിനല്ല, മനസ്സിലായ? അപ്പൊ നമുക്ക് ആദ്യത്തെ ഗെയിമിലേക്ക് പോകണം. അപ്പോ കളിക്കാൻ എത്തിയിരിക്കുന്ന ആളുടെ പേര് മിലൻ. മിലന്റെ മുഴുവൻ പേര് മിലൻ സാന്ദ്ര. മിലൻ സാന്ദ്രയാണ് കളിക്കാൻ വന്നിരിക്കുന്നത്. സി കേരളം സൂപ്പർ ബമ്പർ കോ പവർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ആദ്യമായിട്ട് കളിക്കാൻ പോകുന്നത് സാന്ദ്രയാണ്. കളി തുടങ്ങാൻ പോവുകയാണ്. അതിനു മുന്നേ പ്രേക്ഷകർക്കായിട്ട് സൂപ്പർ ബമ്പറിന്റെ നിയമാവലികൾ എന്ന് പറയുകയാണ്. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്.
രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആദ്യത്തെ ഗെയിമിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഏത് ഗെയിമാണ് കാത്തിരിക്കുന്നത് നോക്കാം. എടുത്തോളൂ മിലൻ, സാന്ദ്ര. മിലൻ, സാന്ദ്രയെ കാത്തിരിക്കുന്ന ആദ്യത്തെ ഗെയിം നല്ലൊരു ഗെയിമാണ്. കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഗെയിമാണ്. മിലനെ പോലെ തന്നെ മിലന്റെ ഈ സൗന്ദര്യം വാർന്നൊഴുകുന്ന, ഈ സൗന്ദര്യം ഓർമ്മപ്പെടുത്തുന്ന ഒരു ഗെയിമാണ്. ഈ ഗെയിമിന്റെ പേരാണ് ആർത്തി പണ്ടാരം. മിലൻ, സാന്ദ്ര, ഗെയിമിലേക്ക് പോവാം. ഗെയിമിലേക്ക് പോണതിന് മുമ്പ് നമുക്ക് ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കണ്ടേ? അപ്പൊ ഒരു കേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാരും കൈയടിക്കണം കേട്ടോ. അപ്പോ മിലന് വേണ്ടി നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്യാൻ പോവാ അല്ലേ? കട്ട് ചെയ്യട്ടെ എന്നൊരു പ്രതീക്ഷയുണ്ടല്ലേ? കഴിച്ചോളാവോ? ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഗെയിം ആക്കാന്നല്ലേ? അപ്പൊ ഇത് ഗെയിം ആക്കാൻ പോവാ കേട്ടോ. ഞങ്ങള് കേക്ക് കട്ട് ചെയ്യുന്ന വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഇത് നമ്മൾ ഗെയിം ആക്കാൻ പോവാണ്. എന്തായാലും മിലന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മിലനാണ് ആദ്യത്തെ ഗെയിം കളിക്കുവാൻ എത്തിയിട്ടുള്ളത്. ഗെയിം സ്റ്റാർട്ട്. യെസ് യെസ് യെസ്, കിട്ടി സ്റ്റാർ. ആഹാ, യോ ഇത് രസമാണ് കാണാൻ. കുട്ടികൾ സ്റ്റാർ മാത്രമായിട്ട് കേൾക്കരുത്. സ്റ്റാർ മാത്രം, സ്റ്റാർ മാത്രം. 3 സ്റ്റാർ ഇട്ടിരിക്കുകയാണ്. ഇതൊരു ആത്മാർത്ഥ. നാലെണ്ണം. അഞ്ചെണ്ണം മതി. അപ്പോ ഇതായിരുന്നു മിലൻ അല്ലേ? ഇങ്ങനെയായിരുന്നു മിലൻ. ഇത് ശരിക്കുള്ള ഞാനല്ല. ശരിക്കുള്ള ഞാൻ വേറെ എവിടെയാണ്. ശരിക്കുള്ള ഞാൻ വേറെ ഞാനാണ്. ഈ ഞാൻ വേറെ ഞാനാണ്. ഈ ഞാൻ എങ്ങനെയുണ്ട്? സുന്ദരിയാണോ? ഈ ഞാൻ എന്ത് പറ്റിയാലും എനിക്ക് കുഴപ്പമില്ലല്ലോ. ശരിക്കുള്ള ഞാൻ വേറെ അല്ലേ? വേറെ. അതെങ്ങനെ ശരിയാവുന്നത്? ശരിക്കുള്ള ഞാൻ ദുബായിലാണ്. ശരിക്കും മിലൻ ദുബായിലാണ്. ഇപ്പൊ ഞാനല്ല. ഈ ഞാൻ ആരാ? ഈ ഞാൻ വേറെ ഞാൻ. ശരിക്കും ഞാൻ ആരാ? അതെ, ഈ ഞാനല്ല, ആ ഞാനാണ്. ഏതായാലും സി കേരള സൂപ്പർ ബമ്പർ കോ പവർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരള സൂപ്പർ ബമ്പർ കോ പവർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. സാന്ദ്ര, എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? എങ്ങനെയുണ്ടായിരുന്നു? നല്ല രസമുണ്ടായിരുന്നു. മൂക്കിലൊക്കെ പോയി ശ്വാസമൊക്കെ മുട്ടി. മൂക്കിൽ പോയോ കേക്ക്? കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ടല്ലേ? കഴിക്കുകയും ചെയ്തു അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിനി 2000 രൂപയുടെ ഗെയിമിലേക്കാണ് പോകേണ്ടത്. അതിന് മുമ്പ് 1000 രൂപ തരാനുണ്ട് ഞാൻ. ഇല്ലേ? ഇല്ലെന്നെ ചവിട്ടി കൂട്ടുന്നാണ് പറഞ്ഞിരിക്കുന്നത് സാന്ദ്ര അല്ലേ? നമ്മുടെ പിള്ളേരൊക്കെ ഇവിടെ നിൽപ്പുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഏതാ ആരൊക്കെയാണ് പിള്ളേര്? ഇവനാണോ? ഒന്ന് നോക്കട്ടെ. എനിക്ക് 1000 രൂപ കൊടുത്തില്ലെങ്കിൽ സാന്ദ്ര ഇടിപ്പിക്കാൻ നിർത്തിയിരിക്കുന്ന ആളാണിത്. എന്താണ് പേര്? മിഥുൻ. അയ്യോ, ഗുണ്ടയുടെ പേരാ മിഥുൻ. എന്ത് ചെയ്യുന്നു മിഥുൻ? എവിടെ എന്തിനാ പഠിക്കുന്നത്? ഞാൻ ഇവിടെ ഫൈനൽ ഇയർ BSc ഫുഡ് ടെക്നോളജി. ഫൈനൽ ഇയർ BSc ഫുഡ് ടെക്നോളജി. ഫുഡ് ടെക്നോളജി. കണ്ണാടി വെച്ചാലും പറയും ഗുണ്ടയാന്നല്ലേ? കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല, വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. നമ്മുടെ കുട്ടിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ആർക്കും പ്രത്യേകിച്ച് നല്ല അഭിപ്രായം ഒന്നുമില്ല. നല്ല അഭിപ്രായം എന്തെങ്കിലും പറയും പ്ലീസ്. അയ്യോ, ഞാൻ എങ്ങനെ പറയും മുഖത്ത് നോക്കിയിട്ട്? ചീത്ത അഭിപ്രായങ്ങൾ 5 പറയും. 5. വായ തുറന്ന ചളി മാത്രമേ അടിക്കുള്ളൂ. വായ തുറന്നാൽ ചളി മാത്രമേ അടിക്കുള്ളൂ. ഗുണ്ട ഏർപ്പാടാക്കിയിരിക്കുന്ന ആളാ. പിന്നെ അടുത്തത്, പിന്നെ സാറുമാരുടെ അടുത്ത് ഫുള്ള് തറുതല. അയ്യോ, അടുത്ത്. പിന്നെ കാശ് തരാം, 500 തരൂന്നാണ് പറയുന്നത്. പറ. ഉറപ്പാണോ? പറയും. നല്ല കുട്ടിയാണ്. ഏകദേശം കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സാന്ദ്ര, എന്തുണ്ട് പിന്നെ? സുഖമായിട്ടിരിക്കുന്നല്ലേ? അതല്ലേ ഗുണ്ട? ഇവിടെ ഗുണ്ടയുണ്ടോ?
ഗുണ്ടികളാണ്. ഗുണ്ടികളുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് 1000 രൂപ തരണം സാന്ദ്രയ്ക്ക്. ആദ്യത്തെ ഗെയിമില് എന്തായാലും നമ്മുടെ ആദ്യത്തെ ഗെയിമിലെ വിജയിയാണ് സാന്ദ്ര. സാന്ദ്രയ്ക്ക് ആദ്യത്തെ 1000 രൂപ സമ്മാനം. അപ്പോ സന്തോഷമായില്ലേ? ഇനിയിപ്പോ നമുക്ക് അടുത്ത എന്താണ്? 2000 രൂപയുടെ ഗെയിമിലേക്ക് പോകണം. എന്തു പറ്റി? മൂക്കില് കേക്ക് പോയി. മൂക്കില് കേക്കിരിക്കുകയാണ് കുട്ടിയുടെ. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. 2000 രൂപയുടെ ഗെയിമിലേക്ക് പോകാൻ തയ്യാറല്ലേ? 2000 രൂപയുടെ ഗെയിം എന്ന് പറയുന്നത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള നമ്മുടെ എൻട്രിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് കുട്ടികളുടെ ഗെയിം ഏതാണെന്ന് നോക്കണം. റെഡിയല്ലേ? ഓക്കെ, എടുത്തോളൂ. സാന്ദ്രയ്ക്കുള്ള 2000 രൂപയുടെ ഗെയിമാണ് പറയാൻ പോകുന്നത്. നിസ്സാരമായിട്ടുള്ളൊരു ഗെയിമാണ്, രസകരമായ ഗെയിമാണ്. ഗെയിമിന്റെ പേരാണ് കോയിൻ ടോസ്. മിലനുള്ള ഗെയിം ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലേ, കുറെ ഇതുണ്ടോ? സംഭവം എന്താണ്? കുറെ കോയിൻസ് അവിടെ ഇരിപ്പുണ്ട്. അവിടെ ഒരു ഡിഷിനകത്ത് ഒന്നുമില്ല, ബ്ലാങ്ക് ആയിട്ട് ഡിഷ് ഉണ്ട്. മിലൻ ചെയ്യേണ്ട കാര്യം ഇതാണ്. ഇങ്ങനെ ഇവിടെ കുറെ കോയിൻസ് ഇരിക്കുന്നതിൽ കോയിൻ എടുത്ത് ടോസ് ചെയ്യുക. ടോസ് ചെയ്തിട്ട് ക്യാച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്? മുഖം കൊണ്ട് ക്യാച്ച് ചെയ്യണം. മുഖം കൊണ്ട് ക്യാച്ച് ചെയ്ത് ഈ കോയിൻ കൊണ്ടുപോയി ഇവിടെ നിക്ഷേപ സമാഹരണം നടത്തണം. അങ്ങനെ 2 കോയിനാണ് ചെയ്യേണ്ടത്. വാ കൊണ്ട് ക്യാച്ച് ചെയ്യരുത്, മുഖം കൊണ്ട് ക്യാച്ച് ചെയ്തിട്ട് വേണം അത് അവിടെ ഇടാൻ. ചുണ്ട് വെച്ച് വേണേൽ ഇങ്ങനെ ക്യാച്ച് ചെയ്യാം. ദെൻ സമയം എന്ന് പറയുന്നത് എത്ര സെക്കൻഡാണ്? 100 സെക്കൻഡ്. 100 സെക്കൻഡ് സമയത്തിനുള്ളിൽ 2 കോയിനാണ് അവിടെ കൊണ്ടുപോയി മിലൻ ഇടേണ്ടത്. സമ്മാനം കിട്ടാൻ പോകുന്നത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രി ഗെയിമാണിത്. 2000 രൂപയുടെ ഗെയിമാണ്, അതായത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രി ഗെയിം. റെഡിയാണോ? അപ്പോൾ മിലൻ സാന്ദ്ര 2000 രൂപയുടെ ഗെയിം കളിക്കാൻ പോവുകയാണ്. 3000 രൂപയുടെ എൻട്രിയിലേക്കുള്ള ഗെയിമാണിത്. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ഗെയിം സ്റ്റാർട്ട്. യെസ്, രക്ഷയില്ല. യെസ്, 100 സെക്കൻഡ് സമയമുണ്ട്. മെതുവാ, മെതുവാ. ഓക്കെ, ഒരെണ്ണം കൂടെ. വെരി ഗുഡ്. 40 സെക്കൻഡ് കഴിഞ്ഞു. ഇതാണോ എറിയാൻ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ്? ഈ കുട്ടിക്ക് എറിയാൻ അറിയാൻ പാടില്ല? ഉണ്ട്. ഓക്കെ, എന്തായാലും 2000 രൂപയുടെ ഗെയിമിലാണ് മിലൻ സാന്ദ്ര വിജയിച്ചിരിക്കുന്നത്. സന്തോഷമായ ഗോപിയ. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്ര പ്രതീക്ഷിച്ചില്ല ഇല്ലേ? ഗംഭീരമായി പോയല്ലേ? ഞെട്ടി നിൽക്കുക. പോയി. അപ്പൊ 2000 രൂപയുടെ ഗെയിമിലാണ് വിജയിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മള് അടുത്ത് 3000 രൂപ ഉറപ്പുള്ള സമ്മാനമാണ്. 3000 രൂപയുടെ ഗെയിമിൽ ജയിച്ചാൽ ഉറപ്പുള്ള സമ്മാനമാണ് കിട്ടാൻ പോകുന്നത്. അതായത് ഇനി 2000 രൂപയുടെ കിട്ടും ആ കളിയിൽ ജയിച്ചാൽ. റെഡിയാണോ? റെഡിയാണോ? ഈ സന്തോഷത്തിന്റെ ഒരു പാട്ട് പാടുന്നുണ്ടോ? ടീമായിട്ട്. ഓഹോ. എന്തായാലും 3000 രൂപയുടെ ഗെയിമിലേക്കാണ് മിലൻ സാന്ദ്ര പോകാൻ പോകുന്നത്. മിലൻ സാന്ദ്രയെ കാത്തിരിക്കുന്ന 3000 രൂപയുടെ ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കാം. മിലനെ, അപ്പോ നമ്മുടെ പണിപ്പെട്ടി അവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. പണിപ്പെട്ടിയിൽ മൊത്തം പണിയാണ്. 2ാമത്തെ ഗെയിം ജയിച്ചെന്ന് കരുതി 3ാമത്തെ ഗെയിം എളുപ്പമുള്ളത് ആണെന്ന് കരുതരുത്. 3ാമത്തെ ഗെയിം ചിലപ്പോൾ ടഫുള്ളതായിരിക്കും. എല്ലാം ഒരു ഭാഗ്യം പോലെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് കളിക്കാൻ തുടങ്ങാം. ഏതാണ് ഗെയിം എന്ന് നോക്കാം. മിലൻ, വന്നോളൂ. മിലനുള്ള ഗെയിം പറയുകയാണ്. ഈ ഗെയിമിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മളിത് ഉറപ്പുള്ള സമ്മാനം. ആദ്യത്തെ 1000 രൂപയുടെ സമ്മാനം എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളതായിരുന്നു ജയിച്ചാൽ. 2ാമത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ 2000 രൂപയുടെ ഗെയിം എന്ന് പറയുന്നത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രി ഗെയിമായിരുന്നു. അപ്പോൾ അടുത്ത ഗെയിം 3000 രൂപയുടെ ഗെയിമാണ് നമുക്കുള്ളത്. ഈ ഗെയിമിൽ ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പുള്ള സമ്മാനമാണ്. അപ്പോൾ മിലനുള്ള ഈ ഗെയിമിന്റെ പേരാണ് സാന്റാസ്റ്റിക്. മിലനുള്ള സാന്റാസ്റ്റിക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കയ്യിൽ കറങ്ങുന്നുണ്ട്. 3000 രൂപയുടെ ഗെയിമാണ് സാന്റാസ്റ്റിക് കൊണ്ടുള്ള ഈ കളിയിൽ മിലന് കിട്ടാൻ പോകുന്നത്. മിലന് 80 സെക്കൻഡിനുള്ളിൽ എത്ര ബോളുകളാണ്? 20 ബോളുകളാണ് ഇതിന്റെ അറ്റത്ത് വെച്ചിരിക്കുന്ന ഈ വള്ളി. കണ്ടോ, ഈ വള്ളിയിലെടുത്ത് ബോൾ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇവിടെ ഇടാൻ. മിലൻ റെഡിയാണോ? ഉറപ്പായും റെഡിയാണ്. ഉറപ്പുള്ള 3000 രൂപയാണ് സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത്.
ഗെയിം തുടങ്ങട്ടെ? ആ. ഗെയിം തുടങ്ങാൻ പോവുകയാണ്. മിലനാണ് കളിക്കാൻ പോകുന്നത്. ഉറപ്പുള്ള സമ്മാനം 3000 രൂപയാണ് ഈ ഗെയിമിൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. ബോളുകൾ. ഒന്ന്. മൂന്ന്. നാല്. ആഞ്ഞു പിടിക്കുക. 5. 6. ആറാമത്തെ ബോള്. 7ാമത്തെ ബോള്. 7. 8. 9. 10. 11. 12. 13. 14. 15. 30 സെക്കൻഡ് ബാക്കി. 16. 20 സെക്കൻഡ് ബാക്കി. 17. കൗണ്ട് ഡൗൺ തുടങ്ങിയാണ്. 18. 10. 9. 8. 7. 6. ഇല്ല തോറ്റിട്ടില്ല. മില്ലനെ ഡാൻസ് ഒക്കെ ചെയ്യാറുന്നല്ലേ? കൂടെയുള്ള കൂട്ടുകാരികൾ ആരൊക്കെയാ? ആശ്മിക, അപർണ, കൃതിക, മുംതാസ്. എല്ലാം തിക് ഫ്രണ്ട്സ് ആണോ? ആ. അടിപൊളിയാണല്ലേ? അവർക്ക് എന്തെങ്കിലും ചെലവ് ചെയ്യുന്നുണ്ടോ? 3000 രൂപ കിട്ടും. 300 രൂപയ്ക്ക് അവർക്ക് മാത്രം ചെലവ്. 300 രൂപയ്ക്ക് അവർക്ക് മാത്രം ചെലവ് അല്ലേ? അപ്പോ ആ 2000 രൂപ വേണ്ട ഇനി? ബാക്കിയുള്ള 2000 രൂപ വേണം. മിലനുള്ള 2000 രൂപ 3000 രൂപയുടെ ഉറപ്പുള്ള സമ്മാനമായിരുന്നു. ആദ്യം 1000 രൂപ കിട്ടി. ഉറപ്പുള്ള 3000 രൂപ. അതിൽ 2000 രൂപ. താങ്ക് യു. ഹാപ്പി അല്ലേ? പോയിട്ടൊരു കാപ്പി കുടിക്കണം വൈകിട്ടല്ലേ? സന്തോഷമായിട്ടിരിക്കുന്നു. പക്ഷെ അടുത്ത ഗെയിമിൽ ജയിച്ചാൽ മാത്രമേ ഇനിയുള്ള എത്ര രൂപയാണ് സമ്മാനം? 5000 രൂപയുടെ കളിയാണ് കളിക്കുന്നത്. അതായത് 10000 രൂപയുടെ കളിയിലേക്കുള്ള എൻട്രിയാണ് ഈ കളി എന്ന് പറയുന്നത്. നല്ലൊരു ഗെയിമായിരിക്കും. ഉറപ്പുള്ള സമ്മാനം 10000 രൂപ കിട്ടാൻ വേണ്ടിയാണ് 5000 രൂപയുടെ കളി കളിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഗെയിം ഏതാന്ന് നോക്കാം. മിലൻ സാന്ദ്രയ്ക്കുള്ള 5000 രൂപയുടെ ഗെയിമാണ് പറയാൻ പോകുന്നത്. ഗെയിമിന്റെ പേരാണ് ഇപ്പ പൊട്ടും. ഗെയിം നല്ല രസകരമുള്ളത് തന്നെയാണ്. ഏതായാലും നമുക്ക് ഗെയിമിലേക്ക് പോകാം. ബലൂണുകൾ കുറെ വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ 2 സൂചിയാണ് ഇരിക്കുന്നത്. കുത്താനല്ല, ബലൂണ് ഈ സൂചി കൊണ്ട് എടുത്ത് 2 കയ്യിലും ഓരോ സൂചി പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടുപോയി വന്ന് ആ ഓരോ ബലൂണും ഇവിടെ വെക്കുക. അങ്ങനെ 5 ബലൂൺ വെച്ചാൽ മതി. 60 സെക്കൻഡാണ് സമയം. 5000 രൂപയുടെ സമ്മാനമാണ്. കളിയാണിത്. അതായത് 10000 രൂപയുടെ കളിയിലേക്ക് പോകാനുള്ള എൻട്രി ഗെയിമാണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോ പൊട്ടുന്നൊരു പഞ്ചില്ലല്ലോ. ഇപ്പോ പൊട്ടും. മിലൻ സൂചിയുമായി നിൽക്കുകയാണ്. ബലൂൺ ഓരോന്നായി കൊണ്ടുപോയി വെക്കണം. റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ പൊട്ടും. വളരെ ശ്രദ്ധിച്ച്. മിലൻ പറ്റും. പൊട്ടി. 2 ഒരേ ടൈമിങ്ങിൽ പിടിച്ചാൽ പൊട്ടൂല. മിലൻ 5 എണ്ണം. യെസ്, വെരി ഗുഡ്. നല്ല കൈയടി. 15 സെക്കൻഡ് കഴിഞ്ഞു. സ്പീഡിൽ 20 സെക്കൻഡ് കഴിഞ്ഞു. രണ്ടാമത്തെ വെച്ചോളൂ.
സെക്കൻഡ് കഴിഞ്ഞു. 30 സെക്കൻഡോടെ ബാക്കിയുള്ളൂ. 25 സെക്കൻഡ്. കയ്യടിക്കില്ല. സൂചി ചരിച്ചു പിടിക്കുന്നത്. 5 സെക്കൻഡ് കൂടെ ബാക്കിയുണ്ട്. 1, 2, 3. ചരിച്ചു പിടിക്കുന്നത്. 4, 5. യെസ്, പൊളിച്ചു അല്ലേ? സൂചി എന്തിയേ? അയ്യോ. അപ്പോ 5000 രൂപയുടെ കളി ജയിച്ചിരിക്കുകയാണ്. അതായത് 10000 രൂപയുടെ ഗെയിമിലേക്ക് പോകാനുള്ള എൻട്രി. അതായത് തൊട്ടില്ല എന്ന രീതിയിലാണ് ജയിച്ചത് അല്ലേ? കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ആ ടൈമിലാണ് പൊട്ടി ജയിച്ചത്. അപ്പോ സന്തോഷമായില്ലേ? അടുത്ത ഏതായാലും നമുക്കിനി 10000 രൂപയുടെ ഗെയിമിലേക്കാണ് പോകേണ്ടത്. സാന്ദ്ര 10000 രൂപയുടെ ഗെയിമിലേക്ക് പോകാൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് വേണം, പ്രേക്ഷകരുടെയും പ്രാർത്ഥന വേണം. ഏതായാലും അടുത്ത ഗെയിമിലേക്ക് നമുക്ക് പോകാം. അതിനു മുന്നേ സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോ പവേർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. അതെ, സാന്ദ്ര മത്സരിക്കാൻ എത്തിയിരിക്കുകയാണ്. വീണ്ടും 10000 രൂപയുടെ കളിയാണല്ലേ? ഓക്കെ ആണോ? അപ്പോ സാന്ദ്രയെ കാത്തിരിക്കുന്ന ഗെയിം ഏതാണെന്ന് നോക്കാം. എടുത്തോളൂ. സാന്ദ്രയെ കാത്തിരിക്കുന്ന ഉറപ്പുള്ള സമ്മാനം കിട്ടുന്ന ആ ഗെയിം. ജയിച്ചാൽ 10000 രൂപയാണ് കിട്ടാൻ പോകുന്നത്. ഈ ഗെയിമിന്റെ പേരാണ് ഒളിമ്പ്യൻ അന്തോണി ആദം. അപ്പോ ഒളിമ്പ്യൻ അന്തോണി ആദം എന്താണ് ഈ ഗെയിമിന് ഈ പേരിട്ടിരിക്കുന്നത് അറിയോ? അറിയില്ല. ആ പടത്തിനകത്ത് ലാൽ സാറ് ഒരു ഡിസ്ക് എടുത്തിട്ട് കറക്കിയിട്ട് പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞതുപോലെ മിലൻ ഇവിടെ നിൽക്കുക, ഇവിടെ ഡിസ്ക് എടുക്കുക, എറിയുക. ന്യൂ ഇയർ ഒക്കെ അല്ലേ, കുറെ തോരണങ്ങളൊക്കെ ഇവരെ കെട്ടി തൂക്കി ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് ഫ്രണ്ടിലൂടെ എറിഞ്ഞ് അവിടെ ഒരു റൗണ്ട് ഉണ്ട് കണ്ടോ? ആ റിങ്ങിനകത്ത് പിച്ച് ചെയ്യാതെ നേരെ അതിനകത്ത് ഒന്ന് ചാടണം. എത്ര സെക്കൻഡാണ് സമയം? 40 സെക്കൻഡാണ് സമയം. പിച്ച് ചെയ്യാതെ ഇടണം. വെറും 2 മാത്രം ഇട്ടാൽ മതി. 40 സെക്കൻഡിനുള്ളിൽ ഇടുക. ഓരോ ഗെയിമിനും ഭാഗ്യവുമുണ്ട്, അതുപോലെ തന്നെ ബുദ്ധിയുമുണ്ട്, കളിക്കാനുള്ള മനസ്സുമുണ്ട്, ധൈര്യവുമുണ്ട്. ഏതായാലും ഒളിമ്പ്യൻ അന്തോണി ആദം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മിലൻ 10000 രൂപയ്ക്ക് വേണ്ടിയുള്ള കളിയിലാണ് മത്സരിക്കുന്നത്. ഗെയിം സ്റ്റാർട്ട്. യെസ്, ശ്രദ്ധിച്ച എല്ലായിടത്തോട്ടല്ല അറിയേണ്ട. കറക്റ്റ് അതിനുള്ളിൽ 10 സെക്കൻഡ് കഴിഞ്ഞു. 30 സെക്കൻഡ് ബാക്കി. ശ്രദ്ധിച്ചറിയ മോളെ, ശ്രദ്ധിച്ചറിയ. യെസ്, തെറിച്ചാണ് വീണത്. പിച്ച് ചെയ്യാതെ വീഴണം. 30 സെക്കൻഡ് കഴിഞ്ഞു. ഇല്ല, കൗണ്ട് ഡൗൺ തുടങ്ങിയാണ്. 5 സെക്കൻഡ് ബാക്കി. 5, 4, 3, 2, 1, 0. അപ്പോ 10000 രൂപയുടെ ഗെയിമിൽ പൊട്ടിത്തെറിച്ചു പോയി അല്ലേ? വിഷമമുള്ള ഗെയിമായിരുന്നു, എനിക്കറിയാം. എങ്കിൽ തന്നെയും ഭാഗ്യം പരീക്ഷിച്ചു, തോറ്റുപോയി അല്ലേ? സാരമുണ്ടോ? ഇത് വിഷയമല്ല. നമ്മളടുത്ത എന്റെ കാശല്ലല്ലോ പോയത്. കിട്ടിയാൽ ഊട്ടി, അല്ലെങ്കിൽ എന്തായാലും നന്നായിട്ട് കളിച്ചു. ഏതായാലും ഈ കളിയിൽ അൺഫോർച്ചുനേറ്റ്ലി വിജയിക്കാൻ പറ്റിയില്ല. സാരമില്ല, ഒരുപാട് സന്തോഷം. 3000 രൂപ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഇഷ്ടമുള്ള കാര്യങ്ങളിലെല്ലാം ഒരുപാട് മുന്നിലേക്ക് പോകാനും പഠനത്തിലും അതുപോലെ തന്നെ പാഠ്യേതര വിഷയങ്ങളിലും ഡാൻസിലും നന്നായിട്ട് ഡാൻസ് ചെയ്തു. ഇതിലെല്ലാം ഇനിയും മുന്നോട്ട് പോകട്ടെ. ഒരുപാട് നന്മകൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ മിലൻ സാന്ദ്രയായിരുന്നു നമ്മുടെ കൂടെ മത്സരിച്ചുകൊണ്ടിരുന്നത്. 10000 രൂപയുടെ ഗെയിമിൽ മിലൻ പുറത്താകേണ്ടി വന്നു. നന്നായിട്ട് കളിച്ചു. അല്ലെങ്കിൽ കുട്ടികളെല്ലാം നല്ല ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് ഇനിയും 4 പേരാണ് നമ്മൾ കാത്തിരിക്കുന്നത്. 4 പേരിൽ ആരാണ് അടുത്തതായി സൂപ്പർ ബമ്പർ കളിക്കുവാനായിട്ട് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. കുപ്പിക്കകത്ത് അടച്ചു വെച്ചിട്ടുണ്ട് 4 പേരുടെ പേര്. ആരാണ്? ഒരാളെ സെലക്ട് ചെയ്യുന്നു. ഒന്നുള്ളൂ.
യെസ്, താങ്ക് യു. അടുത്ത് കളിക്കാൻ വരുന്നു ഗൗരി. ഗൗരി, അപ്പോ ഗൗരിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഗെയിമിലേക്ക് പോകണം അല്ലേ? അതിനു മുന്നേ വീട് എവിടെയാണ്? എന്റെ വീട് പാലക്കൽ. പാലക്കൽ എവിടെയാണത്? തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂരിന്. ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ടോ? ഇല്ലില്ല, 20 മിനിറ്റ് ഇവിടുന്ന്. ഇങ്ങനെ ബസ്സിനാണോ വരുന്നത്? ബസ്സിനാണ് വരുന്നത്. ഏത് കോഴ്സാണ് ചെയ്യുന്നത്? ഞാൻ ഫുഡ് ടെക്നോളജി. എല്ലാവരും കൂടുതലും ഫുഡ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് എത്ര പേരുണ്ട് ഇവിടെ? ഓക്കെ, ആ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? രാവിലെ എന്താ കഴിച്ചേ? രാവിലെ കുടിച്ചു. മൈ എനർജി മാത്രമേ കഴിച്ചുള്ളൂ. അത് സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണോ? രാവിലെ വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല? എന്തായിരുന്നു? സമയം കിട്ടിയില്ല. സമയം കിട്ടിയില്ല. അതുകൊണ്ട് രാവിലെ എന്തായിരുന്നു? അമ്മയാണ് ഉണ്ടാക്കുന്നത്? അതെ. ഫുഡ് ടെക്നോളജി ഒക്കെ പഠിക്കുന്ന ആള് വീട്ടിൽ അമ്മയെ സഹായിക്കാറുണ്ടോ? ചെറുതായിട്ട് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. കട്ട് ചെയ്യാനൊക്കെ സഹായിക്കും. കട്ട് ചെയ്യാൻ കൂടും. ദോശ ചുടാൻ അറിയാവോ? മറിച്ചിടാൻ അറിയാവോ? ഓക്കെ. പിന്നെ ഏറ്റവും ഇഷ്ടം ചമ്മന്തി അരയ്ക്കാൻ അറിയാവോ? എങ്ങനെയാ ചമ്മന്തി അരയ്ക്കുന്നത്? അത് മിക്സിയിൽ ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ട്. ഉള്ളിയൊക്കെ ഇട്ടിട്ട് എങ്ങനെയാ? ഡീറ്റെയിൽസ് ആയിട്ട് പറ. നിങ്ങൾക്ക് ചമ്മന്തി അരയ്ക്കാൻ അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, ചിലരുണ്ട്. അവൻ അറിയില്ല. ഒന്ന് പറഞ്ഞു കൊടുത്തേ. പറഞ്ഞു, എങ്ങനെയാണ് ചമ്മന്തി അരയ്ക്കേണ്ടത്? മിക്സിയില് കുറച്ച് ഉള്ളി നന്നാക്കി ഇട്ടിട്ട്. ഉള്ളി മൊത്തം മിക്സി കൊണ്ട് ജീവിക്കുന്ന ആളാ. ഓക്കെ. പിന്നെ അമ്മി അരകളൊന്നും വീട്ടിൽ ടേസ്റ്റ് കിട്ടും. അമ്മിയിലെ അരക്കുകയാണ് എളുപ്പത്തിന്. ഓക്കെ, എങ്ങനെയാണ് പറയൂ. എന്നിട്ട് കുറച്ച് പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ട് മിക്സിയിൽ അടിച്ചാൽ മതി. ഇവിടെ ഫുഡ് ടെക്നോളജി ടീച്ചർ ആരാ ഇവിടെ? മിസ്സിന്റെ പേരെന്താ? മിസ് ഒന്ന് വരൂ. മിസ്സു ഒന്ന് വരൂ പ്ലീസ്. വരൂ മിസ്. വരൂ മിസ്, ഒന്ന് വന്നോളൂ. മിസ്സിനെ നമ്മൾ ആനയിക്കാണ്. മിസ്സിന്റെ പേരെന്താ മിസ്സേ? ആര്യ മിസ്. ആര്യ മിസ് എത്ര വർഷമായിട്ട് പഠിപ്പിക്കുന്നു? 2 മാസമായുള്ളൂ. കുഴപ്പമില്ല. മിസ്സിന്റെ നല്ല സ്റ്റുഡന്റ് ആണോ ഇത്? ക്ലാസ് എടുക്കുന്നില്ല. ടീച്ചർ എന്താ മിസ് എന്താണ് ക്ലാസ് എടുക്കാത്തത്? ഈ കുട്ടി ഫസ്റ്റ് ഇയേഴ്സ് ആണ്. ടീച്ചർ ചമ്മന്തി അരയ്ക്കാൻ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. ഫുഡ് ടെക്നോളജിയിൽ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാനല്ല, പിന്നെ എന്തൊക്കെയാണ്? ക്വാളിറ്റി ടെസ്റ്റിംഗ്, കൺട്രോളിംഗ് ഒക്കെയാണ് ചെയ്യുന്നത്. എന്നാലും ഫുഡ് ഉണ്ടാക്കാൻ കുറച്ചൊക്കെ അറിയണ്ടേ? ചമ്മന്തി അരയ്ക്കാൻ അറിഞ്ഞൂടെ? മിസ്സിന് അറിയോ ചമ്മന്തി അരയ്ക്കാൻ? അറിയാം. ഒന്ന് പറയാ. അങ്ങനെ കേട്ടു പഠിച്ചോളൂ കേട്ടോ. എങ്ങനെയാണ് ചമ്മന്തിയുടെ ഇൻഗ്രീഡിയൻസ് മിസ് പറഞ്ഞു തരികയാണ്. നല്ല നമുക്ക് മാങ്ങ സീസൺ ആണ്. മാങ്ങ വെച്ച് ചമ്മന്തി അരച്ചാലോ? മാങ്ങ വെച്ചരയ്ക്കുക. എങ്ങനെയാണ് പറയൂ. മാങ്ങ എടുക്കുക. മിണ്ടരുത്. കേട്ട് പഠിച്ചോ. മാങ്ങ തൊലി കളയാണ് അതിന്റെ? വേണ്ട, അത് നമ്മുടെ ഇഷ്ടം. ഓക്കെ. ഉള്ളി, പച്ചമുളക് തൊലി കളയണം. ഇഷ്ടമല്ലല്ലോ. ഓക്കെ, തൊലി കളയണം. പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിയുക, ഉപ്പ് ഇടുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാം കൂടി അരയ്ക്കുക. മിക്സിയിൽ അരയ്ക്കാം, കല്ലിലരയ്ക്കാം. കേട്ടല്ലോ, ചമ്മന്തി അരയ്ക്കാൻ. ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇവിടുത്തെ കുട്ടികൾ എങ്ങനെയുണ്ട്? നല്ല കുട്ടികളാണല്ലേ? മിസ് വന്നപ്പോ തൊട്ട് ഈ കുട്ടികളുടെ പുറകെ ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു. ഭയങ്കര ആക്റ്റീവായിട്ട്. എന്തായാലും കളിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ആദ്യത്തെ ഗെയിമിൽ ഉറപ്പായിട്ട് സമ്മാനം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ഗൗരി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഗെയിമിലേക്ക് പോവാം. ഉറപ്പുള്ള 1000 രൂപയാണ് സമ്മാനം. കിട്ടില്ലേ? ഉറപ്പായിട്ടും കിട്ടും. ഇവിടെ ഗൗരിയുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ അവിടെ? ഓക്കെ. പാട്ടുകാരുണ്ട്. എല്ലാവരും ഇവരൊക്കെ ആക്റ്റീവായിട്ട് ആദ്യം തൊട്ടുള്ള കുട്ടികളാട്ടോ ഈ നിൽക്കുന്നവരൊക്കെ. എല്ലാ കാര്യങ്ങൾക്കും ഗംഭീരമായിട്ട് ഗൗരിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ള പാട്ടുകാരിയുണ്ട്. പേരെന്തായിരുന്നു? അദ്വൈതയും അമാനിയ, അഞ്ജന. എന്നെ കണ്ടപ്പോൾ ഓടി തള്ളുവാ. ഇതെന്താണിത്? വിശക്കാൻ തുടങ്ങിയോ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ, ചേട്ടൻ. ഈ മോടെ കൂടെയാണ് പഠിക്കുന്നത്? നന്നായിട്ട് പഠിക്കോ? അലമ്പുവോ? കുറച്ചൊക്കെ. എന്തായാലും ഗൗരിയെ കാത്തിരിക്കുന്ന 1000 രൂപയുടെ ആദ്യത്തെ ഗെയിം ഏതാണെന്ന് നോക്കാം. ഗൗരി റെഡിയല്ലേ? എടുത്തോളൂ. ഗൗരിയെ കാത്തിരിക്കുന്ന 1000 രൂപയുടെ ആദ്യത്തെ ഗെയിമിന്റെ പേരാണ് വളച്ചാർത്ത്. അപ്പോ ഗെയിം തുടങ്ങാൻ പോവുകയാണ്. വളച്ചാർത്ത്. ഇവിടെ കുറേ വള വെച്ചിട്ടുണ്ട് ഗൗരിക്ക് വേണ്ടിയിട്ട്. ഇവിടെ കുറേ കുപ്പികൾ വെച്ചിട്ടുണ്ട്. 5 കുപ്പികളാണ് വെച്ചിരിക്കുന്നത്. 120 സെക്കൻഡ് സമയമുണ്ട്. ചുണ്ടുകൾ കൊണ്ട് കടിച്ചെടുക്കുകയല്ല ചെയ്യേണ്ട. ചുണ്ടുകൾ കൊണ്ട് എടുത്ത് ഓരോ കുപ്പിയിലും ഓരോ വള വീതം ഇടുക. ഓക്കെ അല്ലേ? 120 സെക്കൻഡ് ഉണ്ട്. 5 കുപ്പിയുണ്ട്. 5 കുപ്പിയിലും ഓരോ വളകളാണ് ഇടേണ്ടത്. ചുണ്ടുകൾ കൊണ്ട് എടുക്കണം. സമയം എന്ന് പറയുന്നത് 120 സെക്കൻഡ്. ഉറപ്പുള്ള 1000 രൂപയാണ് ഗൗരിക്ക് സമ്മാനം.
റെഡി അല്ലേ? റെഡിയാണ്. ഓക്കെ ആണോ? ഓക്കെയാണ്. ഓക്കെ അല്ലേ ഗൗരി? നിങ്ങൾ ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെയാണ്. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. റെഡി? 120 സെക്കൻഡാണ് സമയം. 5 കുപ്പികളിലാണ് വളയിടുന്നത്. കൈകൊണ്ട് തൊടരുത്. വളയിൽ 5 കുപ്പികളിൽ ഓരോ വള വീതം ഇടുക. 1 കയ്യടി. 20 സെക്കൻഡ് കഴിഞ്ഞു. ശ്രദ്ധിച്ച് 4 വളകൾ കൂടിയാണ് ഇടേണ്ടത്. 5 കുപ്പികളിലാണ് വളകൾ ഇടേണ്ടത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇല്ല, കളഞ്ഞു. രണ്ടാമത്തെ കുപ്പി. ഒരു ശ്രദ്ധിച്ച്. യെസ്, വെരി ഗുഡ്. 30 സെക്കൻഡായി. മൂന്നാമത്തെ കുപ്പി. 2 വളകൾ കൂടി ഇട്ടാൽ മതി. ഒരു 60 സെക്കൻഡ് ബാക്കിയുണ്ട്. 50 സെക്കൻഡ് ബാക്കിയുണ്ട്. ഒരെണ്ണം കൂടി ഇട്ടാൽ മതി. 40 സെക്കൻഡ് ബാക്കി. 30 സെക്കൻഡ് ബാക്കി. 20 സെക്കൻഡ് ബാക്കി. 20 സെക്കൻഡുകൾ ബാക്കിയുണ്ട്. 20 സെക്കൻഡ് ബാക്കി. ഉറപ്പായി ജയിച്ചു. ആദ്യത്തെ ഗെയിമിലെ വിജയായിരിക്കുകയാണ്. 1000 രൂപയാണ് ഗൗരിക്കുള്ള സമ്മാനം. ഗൗരി, ഉറപ്പുള്ള 1000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. സന്തോഷമായില്ലേ? പിന്നെന്താ, എളുപ്പമുള്ള ഗെയിമായിരുന്നോ? കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ടഫായിരുന്നു അല്ലേ? ഇനി 2000 രൂപയുടെ ഗെയിമിലേക്കാണ് പോകുന്നത്. അതിന് മുന്നേ ഗൗരിക്കുള്ള 1000 രൂപ കടമുണ്ട്. തീർച്ചയായിട്ടും ഗൗരിക്കുള്ള ആദ്യത്തെ ഗെയിമിലെ സമ്മാനം 1000 രൂപ. ഇനിയിപ്പോ 2000 രൂപയുടെ ഗെയിമിലേക്കാണ് നമ്മൾ പോകുന്നത്. റെഡിയല്ലേ? ഗൗരിയെ കാത്തിരിക്കുന്ന 2000 രൂപയുടെ ഗെയിം ഏതാണെന്ന് നോക്കാം. എടുത്തോളൂ. 2000 രൂപയുടെ ഗെയിമാണ്. അതായത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ് ഈ ഗെയിം. ഗെയിമിന്റെ പേരാണ് കോൺ ഫ്ലിപ്പ്. ഗൗരി, കോൺ ഫ്ലിപ്പ് ഗെയിം തുടങ്ങാൻ പോവുകയാണ്. ഗെയിം പറഞ്ഞുതരാം. പ്ലേയിങ് പോയിന്റിൽ നിൽക്കുക. പൊസിഷൻ ഇതാണ്. ഇവിടെ നിൽക്കുക. ഒരു കോൺ എടുക്കുക. കറക്കി എറിയുക. കറക്കി എറിഞ്ഞ് ഇതിങ്ങനെ കറങ്ങി വീണില്ല എങ്കിൽ വീണ്ടും എറിയുക. വീണ്ടും എറിഞ്ഞ് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത് എറിയുക. അതായത് ഒരിടത്ത് 2 കോൺ ഉണ്ടാവണം. ഇപ്പുറത്തെ വശത്തും 2 കോൺ ഉണ്ടാവണം. ഇത് എറിഞ്ഞ് ആദ്യത്തെ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത കോൺ എടുക്കാവുള്ളൂ. സമയം ഗൗരിക്കുള്ളത് 100 സെക്കൻഡാണ്. ഗൗരി റെഡിയല്ലേ? എന്താണ് ആലോചിച്ച് നിൽക്കുന്നത്? എങ്ങനെ എറിയണമെന്നാണോ? ഓക്കെ, ഉറപ്പായിട്ടും ഏറ് നടക്കും. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. റെഡി, ഗെയിം സ്റ്റാർട്ട്. യെസ്, 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 നോ, യെസ്, വെരി ഗുഡ്. ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. യെസ്, നോ. അടുത്തത്. യെസ്, അടുത്തത്. യെസ്, 50 സെക്കൻഡ് കഴിഞ്ഞു. യെസ്, നോ, യെസ്, നോ. വീണ്ടും. റെഡി, 3 എണ്ണം കൂടി. സമയം 40 സെക്കൻഡേ ബാക്കിയുള്ളൂ. നേരത്തെ ഉപയോഗിച്ച അതേ മെത്തഡിലിടൂ ഗൗരി. രക്ഷയില്ല. ഗൗരി, 20 സെക്കൻഡ് കൂടെ ഉള്ളൂ.
യെസ് നോ സമയം കുറവാണ് 10 സെക്കൻഡ് കൂടി ബാക്കിയുള്ളൂ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുകൊണ്ടിരിക്കുകയാണ് 10 9 0. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഗൗരി? നല്ല ബുദ്ധിമുട്ടായിരുന്നു. നല്ല ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ആദ്യത്തെ എളുപ്പമായിരുന്നു. അതെ. പക്ഷെ അതിന് 3 ചെയ്യാൻ പറ്റിയില്ലേ? 3 2 ചെയ്യാൻ പറ്റിയില്ലേ? ഗംഭീരമായിട്ട് ചെയ്തു അല്ലേ? പിന്നെ ആദ്യത്തെ ഒരു മെത്തേഡ് കൊള്ളായിരുന്നു. ഭയങ്കര വലിച്ചെറിഞ്ഞപ്പോഴാണത് പറ്റാതെ പോയത് അല്ലേ? ബാലൻസ് ആയി വന്നപ്പോഴത്തേനും സമയം കഴിഞ്ഞു. ഓക്കെ, സന്തോഷമായിരുന്നു അല്ലേ? എന്നാലും ഒരു ഗെയിമിൽ പങ്കെടുത്തു. 1000 രൂപയെങ്കിൽ 1000 രൂപ നമുക്ക് സമ്മാനം കിട്ടി. ഇത് നല്ലൊരു കാര്യമല്ലേ? ഒരു മത്സരത്തിൽ പങ്കെടുത്ത് 1000 രൂപ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. വെറുതെ ഒരു 1000 രൂപ കിട്ടുന്ന പോലെ അല്ല, അതിനൊരു രസമുണ്ട്. ഓക്കെ, ഒരുപാട് സന്തോഷം. ഇനിയും ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ. ചമ്മന്തി ഉണ്ടാക്കാൻ പഠിക്കണം. തേങ്ങ അരച്ച് അമ്മിക്കല്ലിൽ അരച്ച് ചമ്മന്തി ഉണ്ടാക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട പാഠ്യ വിഷയങ്ങളിലൊക്കെ ഒരുപാട് മുന്നേറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് നന്ദി മോളെ. താങ്ക് യു. അപ്പോൾ നമ്മളിന്ന് തരണനെല്ലൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇരിങ്ങാലക്കുടയിലായിരുന്നു വന്നിരുന്നത്. അവിടുത്തെ മിടുക്കന്മാരും മിടുക്കികളായിട്ട് ഒരുപാട് സുഹൃത്തുക്കളെ നമ്മൾ കണ്ടു. നല്ല ഗംഭീരമായിട്ടുള്ള പെർഫോമൻസും അതുപോലെ തന്നെ നല്ല എനർജി ആയിട്ടുള്ള കുട്ടികളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും ഇനിയുള്ള വർഷം ഇവർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും എല്ലാം ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം സാധിക്കട്ടെ. നന്മകൾ ആശംസിക്കുകയാണ്. സി കേരളം സൂപ്പർ ബമ്പർ കോ പവർഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ വീണ്ടും കാണുമ്പോഴേക്കും വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.